അതെ, ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ കോഴികൾ വളരെ അച്ചടക്കവും കൃത്യനിഷ്ഠതയും ഒക്കെയുള്ള മക്കളായി വളരുമെന്നാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല. ഞാനിപ്പം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതിന് കാര്യം എന്താണെന്നല്ലേ, കാണിച്ചു തരാവേ. നിങ്ങൾ വേണ്ടേ അങ്ങോട്ട് നോക്ക്. കണ്ടോ, ഒരാളിട്ട് വെച്ചേക്കുന്ന മുട്ട എവിടെയാണെന്ന് നോക്കി, അവിടെ. അടുത്ത ആളിട്ട് വെച്ചേക്കുന്നത് വേണ്ട ഇവിടെ. ഇതിപ്പോൾ ഒരു ദിവസം 2 ദിവസം ഒന്നുമല്ല, ഇവളുമാരുടെ സ്ഥിരം പരിപാടിയായത്. എന്നിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് മുട്ട എടുക്കണമെങ്കിൽ വേണ്ട ഈ ഡോറൊക്കെ തുറന്ന് കമ്പും കോലും ഒക്കെ വെച്ച് കുത്തി പൊട്ടിച്ചെടുത്താലേ ഈ മുട്ടകൾ കിട്ടത്തുള്ളൂ. എന്നാൽ ഇവളുമാർക്ക് നല്ല ഒന്നാന്തരം ഒരു സ്പേസ് മുട്ടയിടാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടില്ലേ, എന്നാൽ പറ്റത്തില്ല. സ്ഥിരമായിട്ട് ചെകഞ്ഞ് പോയിട്ട് വേണ്ട ഈ മണ്ണിക്കൊണ്ട മുട്ടയിട്ട് വെക്കും. ഇനി ഇതിനകത്ത് മുട്ട എടുക്കാൻ വേണ്ടി ഞാൻ കൈ ഇടുമ്പോൾ ആ കയ്യെ കയറിയിരുന്നെങ്കിൽ പോരാനുള്ള പരാക്രമത്തിൽ 2-3 പ്രാവശ്യം നഖം കൊണ്ടെൻ്റെ കൈയും മുറിഞ്ഞു. കേട്ടോ, ഞാൻ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റ് ഇട്ടുകൊണ്ട് കൊടുക്കുക. ചോറൊക്കെ കൊടുക്കരുതെന്ന്, ചോറും പൊട്ടാറ്റോസും ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതായത് വെജിറ്റബിളൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ, അത് പഴത്തൊലി, അതൊക്കെ ഇവളുമാർക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പുതിന നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്, ഓൾറെഡി എല്ലാം തീർത്ത് കണ്ടോ പേര് മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. അതേ അവള് കണ്ടോ, അവളെയാണ് എനിക്ക് ഡൗട്ട്. അവളായിരിക്കും ആ മൂലയ്ക്ക് മുട്ടയിട്ട് വെക്കുന്നത്. കാരണം ആ മുട്ടയിട്ടിട്ട് അതിൻ്റെ ചുറ്റിനും നടക്കുന്നുണ്ട് ആശാത്തി. കഴിഞ്ഞ ദിവസത്തെ ഒരു മുട്ട മിസ്സായേ. എന്നാടി ഇതേ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കിട്ടൊരു കൊത്ത് വന്നാലോ എന്നോർത്ത് നിൽക്കുക. കൊത്തടി. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാനിങ്ങനെ രാവിലെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മുട്ട ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ജിനു വരട്ടെ, ജിനു വന്നു കഴിയുമ്പോൾ എടുക്കുമല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് കയറിപ്പോയി. ജിനു വന്നു കഴിയുമ്പോൾ മുട്ട നോക്കി മുട്ട കാണാനില്ല, അത് മണ്ണിട്ട് മൂടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കുത്തി ഇളക്കി നോക്കിയിട്ട് മുട്ട കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലോട്ട് ഇവളുമാർ കുഴിച്ച് മൂടിയിട്ടേക്കുമെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഞാൻ ജിനു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആ മൂലയ്ക്കൊരു മുട്ട ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്, അവളുമാരത് മൂടിയിട്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജിനു കുറേ നേരം ഇങ്ങനെ കമ്പോലൊക്കെ ഇട്ട് കുത്തി നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറയാം, നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. എന്നെ വിശ്വസിച്ചില്ല. അപ്പോൾ ഇന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തെളിവിന് വേണ്ടി വേണ്ട ഈ വീഡിയോയും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഫോട്ടോയും എടുത്ത് ഞാൻ ആശാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ അങ്ങനെ കളിയാക്കാൻ പാടില്ലല്ലോ. ഇനി ഇത് ഈ കോലൊക്കെ ഇട്ട് കിള്ളി എടുക്കണം. വല്ലാത്തൊരു പണി തന്നെ ഇവളുമാർ തരുന്നത് കേട്ടോ. മാറി നിൽക്കടി അങ്ങോട്ട്. മാറി നിൽക്കാൻ അങ്ങോട്ട്. ഞാൻ മുട്ട പറയും എല്ലായിടത്തും കൊണ്ട് മുട്ട ഇട്ട് വെച്ചതും പോരാ, എന്നിട്ട് അത് പിറക്കാൻ വരുമ്പം വഴി തടയുന്നു. ഇച്ചിരി ടാസ്ക്കാണേ. പൊട്ടുകയും ചെയ്യരുത്, എന്നാൽ കിള്ളി എടുക്കുകയും ചെയ്യണം. ഇവിടെ ഇത് സ്ഥിരം പരിപാടിയാ. ഈ 2 സ്പോട്ടിലാണ് ഏതോ 2 അവളുമാർ മുട്ടയിട്ട് വെക്കുന്നത്. നമ്മള് ഇന്നത്തെ മുട്ട 2 കിട്ടി.